പിടിച്ചുകൊണ്ടുവാ, പിടിച്ചേ. ദേവരാജ, പാർവതിയുടെ കഠിന തപസ്സിന്റെ പ്രതീതി കണ്ടിട്ട് ആഗ്രഹം സഫലമാകുമെന്ന് തോന്നുന്നു. അഗ്നിദേവ, ദേവി പാർവതിയുടെ ആരാധന സഫലമായി ഭവിക്കും. എന്നാൽ അതെന്ന് സഫലമാകുമെന്ന കാര്യം നിശ്ചയമില്ല. അതിനിപ്പോഴും ഉത്തരവില്ലാതെ അവശേഷിക്കുന്നു. എന്ന് എന്നത് സ്പഷ്ടമല്ല. എങ്കിലും സമീപഭാവിയിൽ അത് സംഭവിക്കുമെന്നുറപ്പ്. സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ എത്രയോ സമയം വ്യർത്ഥമായി കഴിഞ്ഞു വായുദേവ. എത്ര സമയം? ഒരു നിശ്ചിത പരിണാമം മുന്നിൽ കാണും വരെ ശാന്തി എവിടെ? താരകാസുരന്റെ ക്രൂരതയിൽ നിന്ന് മുക്തി ലഭിക്കും വരെ എല്ലാ ആശകളും വ്യർത്ഥം, വ്യർത്ഥം. നാരായണ നാരായണ. ദേവരാജ, അങ്ങ് നിരാശ വെടിയുന്നേയില്ല. അഥവാ നിരാശ അങ്ങേ വെടിയുന്നേയില്ല. ഈയിടെ സമസ്യകളും നിരാശയും വർദ്ധിച്ചിരിക്കുന്നു. പരിതസ്ഥിതി അങ്ങനെ ആയിപ്പോയി ദേവർഷേ. അല്ലാതെ നിരാശ സുഖകരമല്ലല്ലോ. പരംപിതാവ് ബ്രഹ്മദേവൻ പറഞ്ഞതല്ലേ പാർവതിയുടെ ആരാധന സഫലമാകുമെന്ന്? പിന്നെ എന്തിനു വ്യാകുലനാകുന്നു? എന്ന് ദേവർഷേ, എന്ന്? ശിവശങ്കരന്റെ സമാധി അവസാനിക്കുന്നേയില്ല. ദേവി പാർവതി എന്ന് തുടങ്ങിയതാ തപസ്? നാരായണ നാരായണ. ദേവരാജ, ഇവിടെ ഭക്തി പരീക്ഷിക്കപ്പെടുകയാണ്. ഭഗവാൻ ശിവൻ പരീക്ഷകനാണ്, പാർവതി പരീക്ഷാർത്ഥിയും. നിസ്സന്ദേഹം പരീക്ഷകൻ കഠോരമായി പരീക്ഷ നടത്തുന്നു. അപ്പോൾ പരീക്ഷാർത്ഥി സാഫല്യം നേടുമ്പോൾ വളരെ ശ്രേഷ്ഠമായ ഫലവും നേടും. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? എന്തു ചെയ്യാനാ? പ്രാർത്ഥിക്കുക അല്ലാതെ മറ്റെന്ത് ചെയ്യാനാ? നാരായണ നാരായണ. എന്ത് പ്രാർത്ഥന ദേവർഷേ? എന്തിനു വേണ്ടി, ആരോട് പ്രാർത്ഥിക്കും? അതും കൂടെ ഞാൻ സ്പഷ്ടമാക്കണമോ? ദേവരാജ, അങ്ങയുടെ നിരാശ വളരെ ആഴമേറിയതാണ്. അങ്ങ് സ്വയം ചിന്തിച്ചു നോക്കൂ. പരീക്ഷാർത്ഥി പരീക്ഷിക്കപ്പെടുമ്പോൾ അവരുടെ സ്വജനങ്ങൾ, പരിജനം അവർക്ക് വേണ്ടി പരംപിതാവിനോട് പ്രാർത്ഥിക്കില്ലേ? അവരുടെ വിജയത്തിന് വേണ്ടി ഭഗവാനോട് വിനയത്തോടെ പ്രാർത്ഥിക്കുകയില്ലേ? പാർവതിയുടെ വിജയത്തിലാണ് നമ്മുടെ എല്ലാ ആശയം. അപ്പോൾ നാം അവരുടെ കഠിന തപസ്സിന്റെ സാഫല്യത്തിനായി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമല്ലേ? ദേവരാജ, ചെല്ലൂ, പരമശിവനെ പ്രാർത്ഥിക്കൂ. ഇല്ല ദേവർഷേ, ഇല്ല. എനിക്ക് ശിവന്റെ സമീപം പോകാൻ വയ്യ. കാമദഹന സമയത്ത് ഞാൻ ശിവന്റെ ഉഗ്രരൂപം കണ്ടു. ആ ഭയം കൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ പോകാൻ എനിക്ക് സാധ്യമല്ല ദേവർഷേ. നാരായണ നാരായണ. ഹേ വിശ്വനാഥ, കാമദേവനെ ഭസ്മമാക്കിയതിനു ശേഷം അങ്ങ് ഗഹനവും അതിദീർഘവുമായ സമാധിയിൽ ലീനനായി. പക്ഷേ ഈ സ്ഥലം സർവദാ ശൂന്യമായി തീർന്നു. അങ്ങയുടെ ഉഗ്രത കണ്ട് ദേവരാജൻ ഇന്ദ്രനും മറ്റു ദേവന്മാരും ഇവിടെ വരാൻ ഭയപ്പെടുന്നു. അതുമാത്രമല്ല, ദേവി പാർവതി അങ്ങയുടെ നിത്യപൂജയ്ക്കായി ഇവിടെ വന്നിരുന്നു. ഇപ്പോൾ അതും മുടങ്ങി. ഇപ്പോൾ അങ്ങയുടെ പൂജയുടെ ഉത്തരവാദിത്വം എനിക്കാണ്. അങ്ങയ്ക്ക് ഏകാന്തത പ്രിയമല്ലേ? അതായി കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ദേവി പാർവതി കഠിനമായ തപസ്സിലാണ്, അതികഠിനം. അവരുടെ പ്രാർത്ഥന സ്വീകരിക്കണേ, അവരുടെ മനോകാമന പൂർത്തിയാക്കണേ സ്വാമി. ദേവർഷേ, എന്റെ പ്രണാമം സ്വീകരിച്ചാലും. മംഗളം ഭവ. പറയൂ നന്ദി, എല്ലാം മംഗളം തന്നെയല്ലേ? എന്തു പറയാനാണ്? ഉള്ളതെല്ലാം തുറന്നു പറയണം.
എല്ലാ മംഗളമെന്ന് ഞാൻ പറഞ്ഞാൽ അത് അസത്യമാകും. അല്ല, മംഗളമല്ല അങ്ങനെ പറഞ്ഞു പോയാലും അതും അസത്യമാകും. അപ്പോൾ നന്ദി, സത്യം എന്താണ്? ഭഗവാൻ വിശ്വനാഥന് ഏകാന്തത ലഭിച്ചു. അപ്പോൾ തോന്നും എല്ലാം മംഗളമായി എന്ന്. പക്ഷെ വിശ്വനാഥന്റെ സമാധിക്ക് ദൈർഘ്യമേറുന്നു. ദേവി പാർവതിയുടെ തപസ്യ കഠിനമായി. ദേവരാജൻ ഇന്ദ്രന്റെ പീഡയും വർദ്ധിച്ചു. അപ്പോൾ പറഞ്ഞേ തീരൂ, ഒന്നും തന്നെ മംഗളമല്ല എന്ന്. നന്ദി, നീ ജ്ഞാനികളെ പോലെ സംസാരിക്കാൻ തുടങ്ങിയല്ലോ. നാരായണ നാരായണ. അങ്ങേപ്പോലെ ശ്രേഷ്ഠനായ മുനിയുടെ അമൃതവാണി കേൾക്കുന്നില്ലേ? അതിന്റെ പ്രഭാവം കാണും ദേവർഷേ. ഉത്തമം, അത്യുത്തമം. നീ ജ്ഞാനിക്കൊപ്പം വാക്പടുവുമായി കഴിഞ്ഞു. എന്നാൽ നീ പറയൂ, ഭഗവാൻ പരമേശ്വരന്റെ സമാധി എപ്പോൾ അവസാനിക്കും? ഈ ചോദ്യത്തിനുത്തരം ഭഗവാൻ വിശ്വനാഥൻ കൂടി പറയാനാകില്ല. എനിക്കെങ്ങനെ പറയാനാകും? താങ്കൾ തന്നെ ചോദിച്ചു നോക്കണം. അത് ശരി. അപ്പോൾ നിനക്കെന്നെ ബലിപീഠത്തിൽ സമർപ്പിക്കണം. ഇല്ല ദേവർഷേ, ഇല്ല. എന്തിനങ്ങനെ വിചാരിക്കുന്നു? വിചാരിക്കേണ്ടി വരുന്നു നന്ദി, വിചാരിക്കേണ്ടി വരുന്നു. ഭഗവാൻ പരമേശ്വരൻ കാമനെ ഭസ്മമാക്കിയത് മുതൽ എല്ലാം വിചാരിക്കേണ്ടി വരുന്നു. ഇതെല്ലാം എങ്ങനെ മനസ്സിലാക്കും? ആര് മനസ്സിലാക്കും? ഭഗവാൻ വിശ്വനാഥന്റെ സമാധി എപ്പോൾ അവസാനിക്കുമെന്ന്, ദേവി പാർവതിയുടെ തപസ്യ എന്ന് സഫലമാകുമെന്ന്? ഈ ചോദ്യങ്ങൾക്ക് സമുചിതമായ ഉത്തരം ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിന് നൽകാനാകും, അല്ലെങ്കിൽ പരംപിതാവ് ബ്രഹ്മദേവൻ. നാരായണ നാരായണ. ആശ്ചര്യം, ബ്രഹ്മലോകം ശൂന്യമായിരിക്കുന്നു. ബ്രഹ്മദേവൻ അവിടെ വനത്തിലുമില്ല, ഇവിടെയുമില്ല. പിന്നെ എവിടെ പോയിരിക്കും? എനിക്ക് തോന്നുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് രക്ഷയ്ക്കായി അപേക്ഷിക്കുന്നതിൽ ശല്യം തോന്നിയത് കൊണ്ടാകാം അദ്ദേഹം വനപ്രദേശത്തിൽ പോയത്. ഇപ്പോൾ നമ്മുടെ ശല്യം കാരണം മറ്റങ്ങ് പോയിരിക്കും. നമ്മുടെ രക്ഷയ്ക്കുള്ള എല്ലാ മാർഗവും അടഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കിന്നും നിരാശ മാത്രമാണോ ബാക്കി? ആലോചിക്കേണ്ടത് അതല്ല ദേവന്മാരെ. നമുക്ക് ആശയ്ക്ക് വഴിയുള്ള ഏതെങ്കിലും മാർഗം ശേഷിച്ചിട്ടുണ്ടോ? ആ, എനിക്ക് തോന്നുന്നത് ബ്രഹ്മദേവൻ വനത്തിലില്ലെങ്കിൽ ഇവിടെയെങ്ങും ഉണ്ടാകുമെന്നാണ്. നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം. ഹേ ബ്രഹ്മദേവാ! പരംപിതാവേ, ഹേ സൃഷ്ടികർത്താവേ! ബ്രഹ്മദേവ, ഞങ്ങൾക്ക് ദർശനം നൽകിയാലും ഞങ്ങളോട് കൃപ കാണിച്ചാലും ഞങ്ങൾ യാചിക്കുകയാണ് ബ്രഹ്മദേവ. ദേവരാജ, ദേവന്മാരെ, അധൈര്യം വെടിയൂ, ധൈര്യം സംഭരിക്കൂ. താരകാസുരന്റെ കിങ്കരന്മാർ, അവരുടെ അത്യാചാരം, ഇവ ഞങ്ങളുടെ ധൈര്യം നശിപ്പിച്ചു ദേവി. ആ താരകാസുരൻ ഞങ്ങളെ സ്വർഗത്തിൽ നിന്ന് ഓടിച്ചു. എന്നിട്ടും അവന് തൃപ്തിയായിട്ടില്ല. ഇപ്പോഴും അവൻ ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കായി ഒരു സുരക്ഷിത സ്ഥലവുമില്ലേ നിർഭയരായി ജീവിക്കാൻ? നിങ്ങൾ ദേവന്മാർ ബ്രഹ്മദേവനോട് എന്തു പറയാനാണ് വന്നത്? ഞങ്ങൾക്ക് ബ്രഹ്മദേവനോട് യാചിക്കണം, താരകാസുരനിൽ നിന്ന് രക്ഷിക്കണമെന്ന്. കാരണം അവൻ ബ്രഹ്മദേവന്റെ വരദാനം ദുരുപയോഗപ്പെടുത്തുന്നു. ഞങ്ങൾക്കറിയണമെന്നുണ്ട്, ഇത്രയും ഘോരവും ഭീകരവുമായ അക്രമങ്ങൾ ഞങ്ങളോട് ചെയ്തിട്ടുകൂടി അവന്റെ പുണ്യം ഇതുവരെ ക്ഷയിക്കാത്തതെന്താണ്? ഞങ്ങൾ ബ്രഹ്മദേവനോട് പറയാൻ ആഗ്രഹിക്കുന്നു, താരകാസുരന്റെ അത്യാചാരത്തിന് തക്ക ദണ്ഡന നൽകി സ്വർഗത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ. ഞാൻ നിങ്ങൾ ദേവന്മാരുടെ സന്ദേശം ബ്രഹ്മദേവന് തീർച്ചയായും നൽകാം. അവിടുന്ന് ദയവായി അദ്ദേഹത്തെ കാണാൻ അനുവദിക്കണം. ഞങ്ങൾ സ്വയം ഞങ്ങളുടെ പീഡ അദ്ദേഹത്തെ ധരിപ്പിക്കാം. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല. ദേവി സരസ്വതി, എവിടെയാണ് അദ്ദേഹം? അദ്ദേഹം ഒരാവശ്യത്തിന് പോയിരിക്കുകയാണ്. നിങ്ങൾ ധൈര്യമായിരിക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ തന്നെ പരിഹാരമുണ്ടാകും. അവിടത്തേക്ക് പറയുവാൻ വിഷമമില്ലെങ്കിൽ ദയവായി പറഞ്ഞാലും. ബ്രഹ്മദേവൻ എവിടെ പോയി? പാർവതിയുടെ കഠിന തപസ്സിനെ കുറിച്ച് സപ്തർഷിമാരോട് സംസാരിക്കുവാൻ നക്ഷത്രലോകത്തിൽ പോയിരിക്കുന്നു. നക്ഷത്രലോകം? ഓം നമഃ ശിവായ, 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 ഓം
शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय tum